തമ്പുരാനെ, എല്ലാം കഴിഞ്ഞു. ഇനി ആരും ബാക്കിയില്ല. അന്നത്തേന് അങ്ങോട്ട് പോണ്ട. വേണ്ട, അയ്യോ വേണ്ട. എന്റെ ഈശ്വര, என்னால தாங்க முடியல அகத்த. என்ன சாக வச்சிருக்க அகத்த. அகத்த வாழ ஊர் எடுத்துட்டு சாக வச்சிருக்க அகத்த. அகத்த அகத்த അഗ്നിസാക്ഷിയായി നാം സത്യം ചെയ്ത് ആരും മറക്കണ്ട. നമ്മുടെ എല്ലാ നീക്കങ്ങളും രാജപക്ഷത്തുള്ളവർ അറിഞ്ഞത് എങ്ങനെയാണ്? ആ ഭ്രാന്തൻ എങ്ങനെ മാങ്കോയ്ക്കിലെത്തി? നിങ്ങളിൽ ആരുടെ നാവിൽ നിന്നാണ് ആ രഹസ്യം ചോർന്നത്? അമ്മയോടോ ഭാര്യയോടോ പറഞ്ഞോ? ഇല്ല. മകനോട്? അനന്തരവനോട്? ഇഷ്ടക്കാരോട് പറഞ്ഞെന്നിരിക്കാം, ചങ്ങാതിയോടാവാം. പിന്നെ ഏത് തേവടിച്ചിയോട് പറഞ്ഞു? ചെമ്മഴന്തി പിള്ളേ? ശ്രീപത്മനാഭനാണ്, ഞാനല്ല. ഇടയ്ക്കിടയ്ക്ക് മീനാക്ഷിയെ കാണാൻ പോകാറില്ലേ? അവരോടെങ്ങാനും? ഇല്ല. പിന്നെ ആരോട് പറഞ്ഞു? ആരോടും പറഞ്ഞില്ല. കുടിച്ച് മത്തായപ്പോ വാത് വെച്ചു, വീരസ്യം വിളമ്പി. ഇല്ല. ഈ വാക്ക് ഞാൻ എങ്ങനെ വിശ്വസിക്കും? താൻ ഇപ്പോഴും കുടിച്ചിട്ടുണ്ട്. കെട്ടിയോളുടെ കൊഞ്ചല് കേട്ടപ്പോ എല്ലാം മറന്ന് പറഞ്ഞു പോയി. ഇല്ല, കളരി വച്ചേ പിന്നെ ഞാൻ ഒരു പെണ്ണെടുത്തും പോയിട്ടില്ല. തിരുമടത്തി പിള്ളേ? ഇല്ല. രാമനാമഠം, താൻ ആരോടെങ്കിലും പറഞ്ഞോ? ശ്രീപത്മനാഭ പെരുമാളിനെ സാക്ഷി നിർത്തിയാണ് നമ്മൾ സത്യം ചെയ്തെന്ന് ഓർക്കണം. എന്നെ വഴക്ക് പറയരുത്. സുഭദ്ര നമ്മുടെ കുട്ടിയല്ലേ, ഞാൻ അവളോട് പറഞ്ഞു പോയി.
തെറ്റുകാരനല്ലെന്ന് ബോധ്യപ്പെടുത്താൻ ഒരിക്കൽ കൂടി വരുന്നു. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. 8 വീടരുടെ അന്ത്യം കുറിക്കുന്ന ഈ യുദ്ധത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ പെൺമക്കളെ അവർ മുക്കുവർക്ക് ലേലം ചെയ്തു. എന്റെ ആന്തരികളെ കൈകാൽ ഛേദിച്ച് അവർ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്റെ ഇളയ പെങ്ങളെ 4 പേർ ചേർന്ന് കുതിരപ്പുറത്ത് വലിച്ചു കയറ്റുന്നത് ഞാൻ കണ്ടു. എന്റെ അരുന്ധതി നേരത്തെ പോയത് അവളുടെ സുഹൃതം കൊണ്ടായിരിക്കണം. എന്നെ അവർ എന്തിനു കൊല്ലാതെ വിട്ടു? കൊച്ചുതിരുമേനിയോട് മാപ്പപേക്ഷിച്ച് നിശേഷം കീഴടങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. കഴക്കൂട്ടത്ത് നടന്ന പോലെ അരിങ്കൊലകൾ ഒഴിവാക്കാനെങ്കിലും ഒരു തന്ത്രമെന്ന നിലയ്ക്ക് അത് ചെയ്തുകൂടെ? ചതിക്ക് ചതിയിലൂടെ വിജയം, കൊലയ്ക്ക് അരിങ്കൊലയിലൂടെ വിജയം. അത് യുദ്ധങ്ങളുടെ മതം. മാറ്റുന്നതെങ്ങനെ? ഞാൻ കഴക്കൂട്ടത്തേക്ക് തന്നെ മടങ്ങട്ടെ. കഴക്കൂട്ടം പറഞ്ഞതിലൂടെ എനിക്ക് യോജിപ്പാണ്. തമ്പി അദ്ദേഹം രാജാവാകും, നമ്മളൊക്കെ മന്ത്രിമാരാകുമെന്നും പറഞ്ഞിരുന്നാലേ ഇത് കാണില്ല. കണ്ണു കാണാത്ത എന്റെ 2 ആന്തരികൾ എന്നെ ആര് നാട്ടിലെത്തിക്കും? എന്റെ ഈശ്വര, എന്റെ നാടിനെ ആര് രക്ഷിക്കും? നിങ്ങൾ ഇങ്ങനെ ബഹളം കൂട്ടാതിരിക്കും. ഏത് പക്ഷത്താണ് കൂടുതൽ നാശമെന്ന് അറിഞ്ഞിട്ട് പോരെ ഇതൊക്കെ. നമ്മളെ ചതിച്ചത് അവളല്ലേ? എന്താ ഇവിടെ ആരുടെയും വാളിന് മൂർച്ചില്ലേ? ഇല്ലെങ്കിൽ ഒരെണ്ണം ഞാൻ തരാം. മാർത്താണ്ഡവർമ്മയുടെ കെട്ടിലമ്മയാവാൻ കരുതിക്കുട്ടി അവളെ കൊണ്ട് ചെയ്യിച്ചതാണെങ്കിലോ? തെറ്റ് ചെയ്തത് ഞാനാണ്. എന്നോട് പൊറുക്കരുത്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സത്യം തെറ്റിച്ച് പരീക്ഷയെ കൊന്നുതരും. എന്തിനാണ് പ്രായച്ചത്? ശത്രുവിന്റെ കൈകൊണ്ട് ചാവുന്നതിൽ ഭേദമതല്ലേ?